ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا نور وأهله. اللهم صل على سيدنا نور وأهله. اللهم صل على سيدنا نور وأهله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, രക്ഷിതാക്കളെ, വാത്സല്യ നിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്നാലും ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്. ഒരുപാട് പ്രാവശ്യം നമ്മളെ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കടം വീടുവാൻ വേണ്ടി ചൊല്ലാനും ഒരുപാട് കടങ്ങളുണ്ടെന്നൊക്കെ വാട്സപ്പിലൂടെ വിടുന്നതുണ്ട്. അവർക്ക് വേണ്ടി, അവർക്ക് നല്ല കടങ്ങൾ ഉള്ളവർക്ക് എല്ലാവർക്കും കടങ്ങളുണ്ട്. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കടക്കാരനെയാണ്. അവർക്കൊക്കെ വേണ്ടി ഞാൻ കണ്ട ഒരു ദിക്ർ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അതുപോലെ ഒരു ചെറിയൊരു ദിക്റും ദുആയും ഒക്കെ പറയാം. അങ്ങനത്തെ ഒരു ദിക്റും. അതുപോലെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് ആളുകൾ, 1-2 ആൾക്കാർ വാട്സപ്പിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളതാണ് ഇന്ന് പറയുന്ന ഈ ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചൊല്ലുവാനും പറഞ്ഞു തരുവാനും അത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ ഒരമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. കടം ഒരുപാട് പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കടം വീടാനും ധനികനാവാനും ഒരു ചെറിയ ഇസ്മ, യാ വനിയു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ പതിവാക്കുക. സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും 129 തവണ ഈ ദിക്ർ പതിവാക്കി ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ 2 സമയത്ത് ചൊല്ലണം. പിന്നെ
മറ്റൊന്ന്, കൂടുതലായി കടമുള്ളവർ ഉണ്ടല്ലോ, ഒരുപാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് ഉള്ള അവരും എല്ലാവർക്കും ചെല്ലാം. യാ ഫാജൽ ഹമ്മി വയാ ഖാസ്വൽ അമ്മി, ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദന തീർക്കുന്നവനെ. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദന തീർക്കുന്നവനെ. ഇത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം പ്രാർത്ഥിക്കുക. ഇത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന്, യാ ഗനിയു യാ അല്ലാഹ്, അത് 129 തവണ മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും പതിവാക്കി ചൊല്ലുക. അടുത്തത്, യാ ഫാജൽ ഹമ്മി വയാ ഖാസ്വൽ അമ്മി എന്ന ഈ ദിക്റ് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം ഈ പ്രാർത്ഥന പരമാവധി ചൊല്ലി ദുആ ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്നത് എത്രയാണോ ചുരുങ്ങിയത് 100 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. ഇതൊക്കെ കടങ്ങളൊക്കെ ഉണ്ടോ, അത് ചൊല്ലിയിട്ട് ഫലം കിട്ടുന്നില്ല എന്നാരും വിചാരിക്കണം. നമ്മളുടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് അവന് എളുപ്പമാക്കി തരും. ഇത് ചൊല്ലിയിട്ട് ഫലമില്ല എന്ന് കരുതി ആരും ചെല്ലാതിരിക്കരുത്. കാരണം നമുക്കൊക്കെ ഒരു ദിവസം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കായ ദിവസം അള്ളാഹു നമുക്ക് തരാനുള്ളതൊക്കെ തരും. അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലാൻ പറയുന്നതും ചൊല്ലുന്നതും ഒക്കെ. അല്ലാതെ ഇത് ചൊല്ലുമ്പോൾ തന്നെ കടങ്ങട്ട് വീടും എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് ചൊല്ലുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ അടുക്കുകയാണ്, ദിക്റുകളും സ്വലാത്തുകളുമായിക്കൊണ്ട്. അത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ കേൾക്കും, അവൻ ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാതെ ഇത് ചൊല്ലുമ്പോൾ തന്നെ വിചാരിക്കേണ്ട പൈസ അങ്ങോട്ട് കിട്ടും, കടം വീടും എന്നുള്ളത്. കാരണം ഈ ഇസ്മ ദിക്റുകളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവനോട് ചോദിച്ച് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ചോദിക്കുക. സുബഹിൻ്റെ മുമ്പ് എണീക്കുക തന്നെ വേണം. സുബഹി നിസ്കരിച്ച് ഇതൊക്കെ ചെയ്യണം, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്. അതുപോലെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ സൂറത്തുകൾ ഓതുക. നമുക്ക് ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവണമെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ സൂറത്തുകൾ ഓതുക. ഒരു വട്ടം ഫാത്തിഹ സൂറത്ത് ഒരു വട്ടം ഓതുക. അലം നശ്റഅ് 3 വട്ടം ഓതുക. സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 11 വട്ടവും ഓതുക. എല്ലാ ദിവസവും ജീവിതത്തിൽ ഇതാണ് പതിവാക്കുക. ഖൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ വസിയത്ത് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ ഒരു അമലാക്കി തരുമാറാവട്ടെ. അതുപോലെ സുബഹിക്ക് എണീക്കാതെ കിടന്നുറങ്ങുന്നതിലൊരു ബർക്കത്തുമില്ല. സുബഹിക്ക് എണീക്കാതെ കിടന്നുറങ്ങിയാൽ അതിനൊരു ബർക്കത്തും ഉണ്ടാവുകയില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം
ഒരുപാട് മഹാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം സുബഹി നിസ്കരിക്കാത്തവനിക്ക് ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും. സുബഹിക്ക് മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്ത് സുബഹി നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ട് ഇതൊക്കെ ചൊല്ലി ഖൈറും ബർക്കത്തും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് വസിയ്യത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു പിഞ്ചു കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൂട്ടക്കൊലയിൽ ഷഹീദായ ആരോഗ്യ പ്രവർത്തകനോടാണ് തൻ്റെ കുഞ്ഞുമോൻ അവസാനമായി ചോദിക്കുന്ന വിട പറയുന്ന ആ രംഗം കാണാനിടയായി. എന്താണ് ആ പൊന്നുമോൻ പറയുന്നത്? ഉപ്പാ, ഇനി ആരാണ് സുബഹി നിസ്കാരത്തിന് എന്നെ നിർബന്ധമായും ഉണർത്തുക എന്ന് ആ പിഞ്ചുമോൻ ചോദിക്കുകയാണ് ഉപ്പാനോട്. സുബഹി നിസ്കരിക്കാൻ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. കാരണം ആ വീഡിയോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. പലരും കണ്ടിട്ടുണ്ടാവും. പലരുടെ വീഡിയോസിലും വാട്സപ്പിൽ യൂട്യൂബിലൊക്കെ വന്നതാണ്. കാണാതെ പോയവർക്കുണ്ടെങ്കിൽ കാണാമെന്ന് വെച്ചിട്ടാണ്. ഉപ്പ, ഇനി ആരാണ് സുബഹി നമസ്കരിക്കാൻ എന്നെ നിർബന്ധമായും ഉണർത്തുക എന്നാണ് ആ കുഞ്ഞുമോന് ആ ഉപ്പാൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൂട്ടക്കൊലയിൽ ഷഹീദായ ആരോഗ്യ പ്രവർത്തകനോടാണ് തൻ്റെ കുഞ്ഞുമോൻ അവസാനമായി ചോദിക്കുന്ന ഈ വിട പറയുന്ന രംഗം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് പിടഞ്ഞു പോകും. ആ പിഞ്ചു കുഞ്ഞ് ചോദിക്കുകയാണ്, അപ്പോൾ നിസ്കാരത്തിൻ്റെ ഗൗരവം എത്രയുണ്ട്. ആ കുഞ്ഞുമോൻക്ക് മനസ്സിലായി ആ സുബഹി നിസ്കാരത്തിൻ്റെ ഫളായിലുകൾ, നിസ്കാരത്തിൻ്റെ ഗൗരവം ആ പിഞ്ചുമോൻ മനസ്സിലാക്കി. നമ്മളും മനസ്സിലാക്കണം, നമ്മൾക്കും നിസ്കരിക്കണം, നമ്മളും നിസ്കരിക്കാൻ തുനിയണം. സുബഹി മാത്രമല്ല, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ 5 വക്ത് നിസ്കാരങ്ങളും അതുപോലെ അതിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരവും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബാദത്തുകൾ മുറ പോലെ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നും വസിയ്യത്തോടെ എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുമെന്നും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയൊക്കെ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
صحيني يابا صلاة الفجر. بنتي صحيني على صلاة الفجر يابا. يابا بنتي صحيني على صلاة الفجر يابا.